നമുക്കിനി കുറച്ച് ഡാമുകളെ കുറിച്ച് പഠിക്കാം. അതിൽ ഡാം പഠിക്കുമ്പോൾ അത് ഏത് ഡാമിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക, ഏത് സംസ്ഥാനത്താണെന്ന് പഠിച്ചു വയ്ക്കുക, അത് ഏത് നദിയിലാണ്. 3 രീതിയിൽ നമുക്ക് ചോദ്യം വരാറുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് എന്താണ്? സർദാർ സരോവർ. സർദാർ സരോവർ ഡാം, സർദാർ സരോവർ ഡാം ആണെങ്കിൽ നർമ്മദ നദിയിലാണ്. നർമ്മദ നദിയിലാണെങ്കിൽ എവിടെയാണ്? ഗുജറാത്ത്. അപ്പം നർമ്മദ നദി ഗുജറാത്താണ്. സർദാർ സരോവർ ഡാം ആണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർദാർ സരോവർ ഡാം ആണെങ്കിൽ അപ്പോൾ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്, ബിഗ്ഗസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ബക്രാനങ്കിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് പാരായിട്ട് മാറി, സർദാർ സരോവർ ആയിട്ട് മാറി. സർദാർ സരോവർ ഡാം ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഏറ്റവും വലിയ കോൺക്രീറ്റിന്റെ അളവ് തന്നെ നോക്കുന്നത്. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ചോദിച്ചാൽ നമുക്ക് ഇടുക്കി ഡാം എന്ന് പറയാൻ പറ്റും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണെങ്കിൽ എന്താ? ഇടുക്കി ഡാമാണ്. ഇത് കോൺക്രീറ്റിന്റെ ആ ക്വാണ്ടിറ്റിനെ നോക്കുന്നത്. ഓക്കെ, ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം ആണെങ്കിൽ ഇതാണ് സർദാർ സരോവർ ഡാമാണ്. 1961 ഇതിന്റെ തറക്കല്ലിട്ടത്. ആരാണ് തറക്കല്ലിട്ടത്? നെഹ്റു ആണ് തറക്കല്ലിട്ടത്. പിന്നീട് അത് ഉദ്ഘാടനം ചെയ്തു. എന്നാണ്? 2017 സെപ്റ്റംബർ 17 നരേന്ദ്രമോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പം മനസ്സിലാക്കി വെക്കുക, സർദാർ സരോവർ ഡാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണ്, ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാമാണ്. 1961 ജവഹർലാൽ നെഹ്റു ഇതിൻ്റെ തറക്കല്ലിട്ടു. 2017 സെപ്റ്റംബർ 17 ഇതെന്താ ഉദ്ഘാടനം ചെയ്തത്? ആര്? നരേന്ദ്ര മോദിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കി വെക്കാം. രണ്ടാണ് സർദാർ സരോവർ കഴിഞ്ഞു. ഇന്ദിരാസാഗർ. ഇന്ദിരാസാഗർ ആണെങ്കിൽ എവിടെയാണ്? ഇന്ദിരാസാഗർ ആണെങ്കിൽ അതും നർമ്മദ നദിയിൽ തന്നെയാണ്. പക്ഷെ സംസ്ഥാനം മാറി, മധ്യപ്രദേശാണ്. ഓക്കെ, ഇന്ദിരാസാഗർ നർമ്മദ നദി തന്നെയാണ്, മധ്യപ്രദേശാണ്. അപ്പൊ രണ്ട് നദി സെയിം ആണെങ്കിലും നോക്കുക, സംസ്ഥാനം സർദാർ സരോവർ ഗുജറാത്താണ്, ഇവിടെ ഏതാണ്? മധ്യപ്രദേശാണ്. ഓക്കെ, അടുത്താണെങ്കിൽ ഏതാണ്? ഗോവിന്ദ സാഗർ. ഗോവിന്ദ സാഗർ പേര് ശരിക്കും പഠിച്ചു വെക്കുക. ഗോവിന്ദ് സാഗർ ആണെങ്കിൽ സത്ലജ് ആണ്. സത്ലജ് ആണെങ്കിൽ ഹിമാചൽ പ്രദേശ്. ഗോവിന്ദ് സാഗർ, സത്ലജ്, ഹിമാചൽ പ്രദേശാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഗോവിന്ദ് സാഗർ സത്ലജ് ആണെങ്കിൽ നമുക്ക് ഒരു സത്ലജിലെ ഒരാളും കൂടി പഠിക്കാനുണ്ട്, ബക്രാനങ്കല്. ബക്രാനങ്കല്. ബക്രാനങ്കൽ ആണെങ്കിൽ എവിടെയാണ്? ബക്രാനങ്കല് സത്ലജ് തന്നെയാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് ബക്രാനങ്കൽ. അപ്പൊ ബക്രാനങ്കൽ ഒരുമിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പഠിച്ചു വെക്കുക. സത്ലജ് നദിയിൽ 2 പഠിച്ചു. ഗോവിന്ദ് സാഗർ, സത്ലജ്, ഹിമാചൽ പ്രദേശ്. ബക്രാനങ്കല്, സത്ലജ്, ഹിമാചൽ പ്രദേശാണ്. ഏതാ? ബക്രാനങ്കൽ ആണെങ്കിൽ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വേണമാണ് നോക്കാം നമുക്ക്. പോങ് ഡാം. എന്താണ്? പോങ് ഡാം. പോങ് ഡാമിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. അപ്പൊ പോങ് ഡാം ആണെങ്കിൽ എവിടെയാണ്? ബിയാസിലാണ്. ബിയാസ്, ഹിമാചൽ പ്രദേശ്. അപ്പൊ പോങ് ഡാമിന്റെ മറ്റൊരു പേര് പഠിച്ചു വെക്കാം, മഹാറാണ പ്രതാപ്. മഹാറാണ പ്രതാപ് സാഗർ. മഹാറാണ പ്രതാപ് സാഗർ. ക്ലിയർ അല്ലേ? മഹാറാണ പ്രതാപ് സാഗർ ഡാം എന്ന പേരിൽ അറിയപ്പെട്ടത് ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോങ് ഡാം. ഓക്കെ, അപ്പൊ പോങ് ഡാം, മഹാറാണ പ്രതാപ് സാഗർ ഡാം ബിയാസ് നദിയിലാണ്. ചോദ്യം വന്നിട്ടുള്ളതാണ്. ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ 3 പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, പക്ഷെ നദി നോക്കുമ്പോൾ സത്ലജ് ആണ് 2, ഗോവിന്ദ് സാഗർ, ബക്രാനങ്കൽ, സത്ലജ് ആണ്. പോങ് ആണെങ്കിൽ എവിടെയാണ്? ബിയാസിലാണ് പോങ് ആണെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പൊ മഹാറാണ പ്രതാപ് പഠിച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരാൾ കൂടി പഠിച്ചു വെക്കാം, റാണ പ്രതാപ് സാഗർ. റാണ പ്രതാപ് സാഗർ. റാണ പ്രതാപ് സാഗർ ഡാം ആണെങ്കിൽ റാണ പ്രതാപ് സാഗർ ചമ്പല്. എവിടെയാണ്? ചമ്പല്, രാജസ്ഥാൻ. ചമ്പല്, രാജസ്ഥാൻ. ഓക്കെ, അപ്പൊ മഹാറാണ പ്രതാപ് ഒരിക്കലും മാറിപ്പോരുത്. മഹാറാണ പ്രതാപ് സാഗർ ആണെങ്കിൽ എവിടെ നമ്മൾ പറയുന്നത്? ബിയാസിലാണ്. റാണ പ്രതാപ് സാഗർ ആണെങ്കിൽ ഏതാണ്? ചമ്പൽ, രാജസ്ഥാനാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു കാര്യം പഠിച്ചു വെക്കാം, തെയിൻ ഡാം. തെയിൻ ഡാം ആണെങ്കിൽ തെയിൻ ഡാം. തെയിൻ ഡാം ആണെങ്കിൽ എവിടെയാണ്? തെയിൻ ഡാം. തെയിൻ ഡാമിന് മറ്റൊരു പേര് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ തെയിൻ ഡാമിനെ എവിടെയാണ് നോക്കാം നമുക്ക് ആദ്യം. തെയിൻ ഡാം ആണെങ്കിൽ എവിടെയാണ്? രവി നദിയിലാണ്, പഞ്ചാബ്. രവി നദി, പഞ്ചാബാണ് തെയിൻ ഡാം. അതിന്റെ പേരുണ്ടായിരുന്നു എന്താണ്? രഞ്ജിത് സാഗർ ഡാം. ഇതാണ് രഞ്ജിത് സാഗർ ഡാം എന്ന പേരിലാണ്. രഞ്ജിത് സാഗർ ഡാം എന്ന പേരിലാണ് തെയിൻ ഡാമിന് നമ്മൾ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. തെയിൻ ഡാം. ഓക്കെ, അപ്പൊ തെയിൻ ഡാം എന്താണ്? രഞ്ജിത് സാഗർ ഡാം എവിടെയാണ്? പഞ്ചാബിലാണ്.
ഓക്കെ. ഇനിയാണെങ്കിൽ ഫറാക്ക ആണെങ്കിൽ ഇതാണ് ഫറാക്ക ഡാം ആണെങ്കിൽ ഫറാക്ക പശ്ചിമ ബംഗാളാണ്. ഓക്കെ, പശ്ചിമ ബംഗാൾ ആണെങ്കിൽ അതിന് ഇതാ ഗംഗ, ഗംഗ വെസ്റ്റ് ബംഗാൾ. എവിടെയാണ്? ഗംഗ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ശരിക്കും പഠിച്ചു വെക്കാം. ഓക്കെ, തേൻ ഡാം കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ശരിക്കും പഠിച്ചു വെക്കുക, അൽമാട്ടി, അൽമാട്ടി. ഓക്കെ, അതുപോലെ തന്നെ എന്താ നാഗാർജുന സാഗർ. അപ്പം നമ്മൾ 6 കഴിഞ്ഞ് ഇവിടെ 7, ഇവിടെ 8, ഇവിടെ 9, 10. നാഗാർജുന സാഗർ, നാഗാർജുന സാഗർ. ശ്രീശൈലം, ശ്രീശൈലം. കൃഷ്ണരാജ സാഗർ, കൃഷ്ണരാജ സാഗർ. ഓക്കെ, അപ്പൊ ഇനി മാറിപ്പോരുത്. അൽമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം, കൃഷ്ണരാജ സാഗർ. അപ്പൊ അൽമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം മൂന്നും എവിടെയാണുള്ളത്? നർമ്മദയിലാണ്. മൂന്നും എവിടെയാണ്? സോറി, കൃഷ്ണയിലാണ് വരുന്നത്. എവിടെയാണ്? കൃഷ്ണ നദിയിലാണ്. കൃഷ്ണ നദിയിലാണ് എന്താ മൂന്ന് വരുന്നത്? ഏതാണ്? കൃഷ്ണ നദിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അൽമാട്ടി ഡാം ആണെങ്കിൽ ചെയ്യുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. പക്ഷെ നാഗാർജുന സാഗറും ശ്രീശൈലവും ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതാണ് അതിലെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൽമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം മൂന്നും കൃഷ്ണ നദിയിലാണ്. ഓക്കെ, അൽമാട്ടി ആണെങ്കിൽ കർണാടകയിലും നാഗാർജുന സാഗറും ശ്രീശൈലം ആണെങ്കിൽ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ്. നമ്മൾ എക്സാമിന് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ കൃഷ്ണ നദിയിലല്ലാത്ത ഡാം ഏതാണ്? ഓപ്ഷൻ അൽമാട്ടി, നാഗാർജുന സാഗർ, ശ്രീശൈലം, കൃഷ്ണരാജ സാഗർ അല്ലെ? കൃഷ്ണരാജ സാഗർ. അതിനകത്ത് കൃഷ്ണരാജ സാഗർ, കൃഷ്ണ എന്ന് തുടങ്ങുന്നുണ്ടെങ്കിലും അത് കൃഷ്ണയിലല്ല. എവിടെയാണ്? കാവേരിയിലാണ്. എവിടെയാണ്? കാവേരി, കർണാടക. കാവേരി, കർണാടക. ഓക്കെ, അപ്പൊ കൃഷ്ണരാജ സാഗർ ആണെങ്കിൽ എവിടെയാണ്? കാവേരിയാണ്. കൃഷ്ണരാജ കെ കാവേരി എന്ന് പഠിച്ചോ, അതേതാണ്? കാവേരിയാണ്, കർണാടകയിലാണ് കൃഷ്ണരാജ സാഗർ ആണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയും കാര്യം ഒന്ന് പഠിച്ചു വയ്ക്കാം. ക്ലിയർ അല്ലേ? ഇനി ഒരിക്കലും മാറിപ്പോകരുത്. സർദാർ സരോവർ ആണെങ്കിൽ ഏറ്റവും വലിയ ഡാം ആണെങ്കിൽ സർദാർ സരോവർ ഡാം, നർമ്മദ ഗുജറാത്ത്, ഇന്ദിരാസാഗർ ആണെങ്കിൽ എൻ്റെ കൂടെ തന്നെ പറഞ്ഞു നോക്കാം, നർമ്മദ മധ്യപ്രദേശ്, ഗോവിന്ദ് സാഗറും ബക്രാനങ്കലും സത്ലജ് തന്നെയാണ്, ഹിമാചൽ പ്രദേശ് തന്നെയാണ്. പോങ് ഡാമിന്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ്, ബിയാസ്, ഹിമാചൽ പ്രദേശ്. റാണ പ്രതാപ് ആണെങ്കിൽ ഏതാണ്? ചമ്പൽ, രാജസ്ഥാൻ. തേൻ ഡാം, രവി, പഞ്ചാബ്. തേൻ ഡാമിന്റെ മറ്റൊരു പേരാണ് എന്താ? രഞ്ജിത് സാഗർ ഡാം. ഫറാക്കി ആണെങ്കിൽ എന്താണ്? ഗംഗ, പശ്ചിമ ബംഗാൾ. അൽമാട്ടി ആണെങ്കിൽ കൃഷ്ണ, സോറി, അൽമാട്ടി ആണെങ്കിൽ കൃഷ്ണ, നാഗാർജുന സാഗർ കൃഷ്ണ, ശ്രീശൈലം കൃഷ്ണ. അൽമാട്ടി എവിടെ? കർണാടകയിലാണ്. കൃഷ്ണരാജ സാഗർ മാറിപ്പോയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃഷ്ണരാജ സാഗർ ആണെങ്കിൽ കാവേരി, കർണാടകയാണ് എന്താ? കൃഷ്ണരാജ സാഗർ ആണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയാണെങ്കിൽ ഒരു കാര്യം കൂടി പഠിച്ചു വയ്ക്കാം. അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ കേസ് ഇവിടെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി, ജഞ്ചാവതി. ജഞ്ചാവതി ആണെങ്കിൽ എന്താ? ജഞ്ചാവതി, ജഞ്ചാവതി റിവർ ആണ്. ജഞ്ചാവതി റിവർ ആണ്, ആന്ധ്രാപ്രദേശാണ്. ജഞ്ചാവതി റിവർ ആണ്, ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ജഞ്ചാവതി റിവർ ആണ്, ആന്ധ്രാപ്രദേശ്. എന്താണ് ഈ ജഞ്ചാവതിന്റെ പ്രത്യേകത? ഇവിടെ പറയാൻ കാരണം എന്താണ്? ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം ആണ്. എന്താ? ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ ഡാം, ഫസ്റ്റ് റബ്ബർ ഡാം ഇൻ ഇന്ത്യ ഏതാണ്? ജഞ്ചാവതിയാണ്. ഫസ്റ്റ് റബ്ബർ ഡാം ഇൻ ഇന്ത്യ. ഫസ്റ്റ് റബ്ബർ ഡാം ഇൻ ഇന്ത്യ ഏതാണ്? ജഞ്ചാവതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജഞ്ചാവതി നദി തന്നെയാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഫസ്റ്റ് റബ്ബർ ഡാം കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്? ജഞ്ചാവതിയാണ്. ഓക്കെ, ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൺക്രീറ്റ് ഗ്രാവിറ്റി ഡാം കിട്ടിക്കഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ഇടുക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇത്രയും ഡാമും അതുപോലെ തന്നെ സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് നദികളൊന്ന് ആലോചിച്ച് വെക്കാം. ക്ലിയർ അല്ലേ? ഇനി കുറച്ച് ഡാമും കൂടി നമുക്ക് നോക്കാനുണ്ട്. ഇനി നമുക്ക് വരുന്ന ഡാമുകളാണെങ്കിൽ നോക്കാം. ഉറി നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഉറി, കിഷൻ ഗംഗ. ഉറി, കിഷൻ ഗംഗ. അപ്പൊ ഉറി ആണെങ്കിലും കിഷൻ ഗംഗ ആണെങ്കിലും ഏതാണ്? ഉറി, കിഷൻ ഗംഗ ആണെങ്കിൽ ജലം നദി. ഏതാണ്? ജലം. ഉറിയൊക്കെ നമുക്ക് ചോദ്യം വന്നിട്ടില്ല ലാസ്റ്റ് PSC തന്നെ. ഉറി, കിഷൻ ഗംഗ ആണെങ്കിൽ എന്താ? ജലമാണ്. എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ. ഉറി ആൻഡ് കിഷൻ ഗംഗ ആണെങ്കിൽ ഏതാണ്? ജലം നദിയാണ്. ജമ്മു ആൻഡ് കാശ്മീർ ആണ് എന്താ അപ്പൊ പറയുന്നുള്ളത്? ജമ്മു ആൻഡ് കാശ്മീർ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? ചുട്ടക്ക്. ഏതാണ്? ചുട്ടക്ക്. ഇപ്പൊ ചുട്ടക്ക് നദി വരുന്നത് ചുട്ടക്ക്. ചുട്ടക്കാണെങ്കിൽ ഏതാണ്? സുരു നദി. ഏതാണ്? സുരു നദി, ജമ്മു ആൻഡ് കാശ്മീർ.
സുരു. ഓക്കെ, അപ്പൊ സുരു നദി വെച്ചാൽ എന്താണ്? കാർഗിൽ. ഓക്കെ, കാർഗിലിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ ഏതാണ്? സുരു നദിയാണ്. അപ്പൊ ഉറി, കിഷൻ ഗംഗ, ചുട്ടക്ക്. ചുട്ടക്കാണ്. ചുട്ക എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചുട്ക എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ? ആണവ നിലയമായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ? എന്താണ്? ചുട്ടക്കാണ്. ഉറി, കിഷൻ ഗംഗ, ചുട്ടക്ക്. 3 എന്താണ്? ജമ്മു കാശ്മീരാണ്. ഉറി, കിഷൻ ഗംഗ ഏതാണ്? ജലം നദിയിലാണ്. ചുട്ടക്കാണെങ്കിൽ ഏതാണ്? സുരു നദിയിലാണ് ചുട്ടക്കാണെങ്കിൽ. അടുത്താണെങ്കിൽ ഉക്കായ്. ഏതാണ്? ഉക്കായി ആണെങ്കിൽ എന്താണ്? ഉക്കായി ആണെങ്കിൽ താപ്തിയാണ്. താപ്തി, ഗുജറാത്ത്. ഉക്കായി ആണെങ്കിൽ ഏതാണ്? താപ്തി, ഗുജറാത്ത്. ഉക്കായിക്ക് നമുക്ക് വന്നുള്ള ചോദ്യമാണ്. ഉക്കായി ആണെങ്കിൽ ഏതാണ്? താപ്തി, ഗുജറാത്ത് ആണ് എന്താ? ഉക്കായി ആണെങ്കിൽ. കൊയ്നി ആണെങ്കിൽ എന്താണ്? കൊയ്ന. കൊയ്നി ആണെങ്കിൽ കൊയ്ന നദിയാണ്. കൊയ്ന നദി, മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. അപ്പൊ ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നതാണ് ഏതാ? കൊയ്ന ആണെങ്കിൽ എന്താണ്? ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, ലൈഫ് ലൈൻ, ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നതാണ് എന്താണ്? കൊയ്ന നദിയാണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്താണെങ്കിൽ എന്താണ്? നമുക്ക് പൈത്തൻ വരുന്നുണ്ട്. പൈത്തൻ. പൈത്തൻ ആൻഡ് ബബ്ലി. പൈത്തൻ ആൻഡ് ബബ്ലി. ക്ലിയർ അല്ലേ? പൈത്തനും ബബ്ലി എവിടെയാണ്? ഗോദാവരിയാണ്. ഗോദാവരിയാണ് പൈത്തൻ ആൻഡ് ബബ്ലി ആണെങ്കിൽ. അപ്പൊ ഗോദാവരി ആണെങ്കിൽ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. MH മഹാരാഷ്ട്രയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ പൈത്തൻ ആണെങ്കിൽ നമുക്ക് അതിന്റെ പേരുണ്ട് ജയക്വാഡി പ്രൊജക്ട്. എന്താണ് പൈത്തന്റെ മറ്റൊരു പേരെന്താണ്? ജയക്വാഡി പ്രൊജക്ട്. ജയക്വാഡി പ്രൊജക്ട്. ജയക്വാഡി പ്രൊജക്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജപ്പാൻ. അത് നമ്മുടെ ചോദ്യമാണ്. ജയക്വാഡി പ്രൊജക്ട് ആണെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് വിച്ച് കൺട്രി ആണെങ്കിൽ ഏതാണ്? ജപ്പാന്റെ സഹായത്തോടു കൂടി ആരംഭിച്ചതാണ് ജയക്വാഡി പ്രൊജക്ട് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ മനസ്സിലാക്കി വെക്കുക. ഉറി, കിഷൻ ഗംഗ ആൻഡ് ചുട്ടക്ക് 3 ജമ്മു കാശ്മീരാണ്. ഉറി, കിഷൻ ഗംഗ ജലത്തിലാണ്. ചുട്ടക്ക് ആണെങ്കിൽ ഏതാണ്? സുരു നദിയാണ്, കാർഗിലൂടെ ഒഴുകുന്ന നദി. അതിങ്ങനെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. ഉക്കായി ആണെങ്കിൽ എന്താണ്? താപ്തിയാണ്, ഗുജറാത്ത്. കൊയ്ന ആണെങ്കിൽ കൊയ്ന നദി, മഹാരാഷ്ട്ര, ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്രയാണ്. പൈത്തൻ ആൻഡ് ബബ്ലി ഗോദാവരിയിലാണ്, മഹാരാഷ്ട്രയിലാണ്. എന്താ? ഗോദാവരി ആണെങ്കിൽ. അടുത്താണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ? കല്ലനൈ ഡാം. ഇവിടെ ഒന്ന് പഠിച്ചു. എന്താണ് കല്ലനൈ ഡാം? കല്ലനൈ ഡാം. കല്ലനൈ ഡാമിന്റെ മറ്റൊരു പേരാണ് എന്താ? ഗ്രാൻഡ് ഡാം. ഏതാണ്? ഗ്രാൻഡ് ഡാം ആണെങ്കിൽ കാവേരിയാണ്, തമിഴ്നാടുമാണ് ഗ്രാൻഡ് ഡാം. ഓക്കെ, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഡാമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലനൈ ഡാം. കാവേരിയിലാണ്. എന്താ? കല്ലനൈ ഡാം ആണെങ്കിൽ എവിടെയാണ്? തമിഴ്നാടാണ് കല്ലനൈ ഡാം. മനസ്സിലാക്കി വെക്കുക. കല്ലനൈ ഡാം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് വേറെ ഒറ്റ കാര്യം കൂടി എന്താണ്? ഹിരാക്കുഡ് പഠിച്ചിട്ടുണ്ട്. ഹിരാക്കുഡ്. ഹിരാക്കുഡ് ആണെങ്കിൽ എന്താണ്? മഹാനദിയാണ്. ഹിരാക്കുഡ് മഹാനദിയാണ്. ഒഡീഷ. ഒഡീഷ മഹാനദിയാണെങ്കിൽ ഒഡീഷ. ഓക്കെ, ക്ലിയർ അല്ലേ? ഹിരാക്കുഡ് മഹാനദി, ഒഡീഷയാണ്. എന്താ? ഹിരാക്കുഡ് ആണെങ്കിൽ ലോങ്സ്റ്റ് ഡാം ആണ്. ഏതാണ്? ലോങ്സ്റ്റ് ഡാം ആണെന്ന്. ഹിരാക്കുഡ് ആണെങ്കിൽ എന്താണ്? ലോങ്സ്റ്റ് ഡാം. ലോങ്സ്റ്റ് ഡാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ ഹിരാക്കുഡ് ഇങ്ങനെ എഴുതിയാൽ മതി. ലോങ്സ്റ്റ് ഡാം ആണ് ഹിരാക്കുഡ്. അടുത്താണെങ്കിൽ നമുക്കറിയാം തെഹരിയാണ്. എന്താണ്? തെഹരി ആണെങ്കിൽ ഭാഗീരഥിയാണ്. തെഹരി ആണെങ്കിൽ എന്താണ്? ഭാഗീരഥിയാണ്. തെഹരി ആണെങ്കിൽ ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഭാഗീരഥി ഉത്തരാഖണ്ഡാണ് തെഹരി ആണെങ്കിൽ. ക്ലിയർ അല്ലേ? ഓക്കെ, തെഹരി ആണെങ്കിൽ എന്താണ്? ബിഗ്ഗസ്റ്റ് ഡാം ആണ് അല്ലേ? ഓക്കെ, സോറി, ഹയസ്റ്റ് ഡാം ആണ്. എന്താ? തെഹരി ആണെങ്കിൽ എന്താണ്? ഹയസ്റ്റ്, ഏറ്റവും ഉയരം കൂടിയ ഡാമാണ്. എന്താ? തെഹരി ഡാം ആണെങ്കിൽ. ഓക്കെ, എത്രയും ഒന്നും പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? ഉറി, കിഷൻ ഗംഗ, അതുപോലെ തന്നെ എന്താ? ചുട്ടക്ക്. ഇനി എന്താണ്? ഉക്കായി. അതിന്റെ പേരെ പഠിച്ചിട്ടുണ്ട്. ഉക്കായിക്ക് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. ഉക്കായി ഡാം താപ്തിയാണ്, ഗുജറാത്ത്. കൊയ്ന ആണെങ്കിൽ കൊയ്ന നദി, മഹാരാഷ്ട്ര. ലൈഫ് ലൈൻ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്ന ഈ നദിയാണ് കൊയ്ന നദിയാണ്. പൈത്തൻ, ബബ്ലി. ഓക്കെ, പൈത്തൻ ആണെങ്കിൽ ഗോദാവരി, ബബ്ലി ആണെങ്കിലും ഗോദാവരി. കല്ലനൈ ആണെങ്കിൽ ഏതാണ്? കാവേരി, തമിഴ്നാടാണ്. മനസ്സിലാക്കിയത്. കാവേരി എന്ന് കേൾക്കുമ്പോൾ അവിടെ കർണാടക എന്നുണ്ടാവും, തമിഴ്നാട് എന്നുണ്ടാവും. ഓപ്ഷനകത്ത് മാറിപ്പോകരുത്. കാവേരി ആണെങ്കിൽ കല്ലനൈ ഡാം, അതിന്റെ പേരാണ് ഗ്രാൻഡ് ഡാം, ഫസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. ക്ലിയർ അല്ലേ? ഓക്കെ, അതാണ് ഹിരാക്കുഡ് ആണെങ്കിൽ എന്താണ്? മഹാനദി. ഒരുപാട് പഠിച്ചതുമാണ്. ചോദ്യം ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഇത് നദിയിലാണ്. ഓക്കെ, അതിന് പ്രത്യേകത എന്താണ്? ലോങ്സ്റ്റ് ഡാം, ഏറ്റവും നീളം കൂടിയ ഡാമാണ് ഹിരാക്കുഡ്. ഉയരം കൂടിയ ഡാമാണെങ്കിൽ തെഹരിയാണ്, ഭാഗീരഥിയാണ്, ഉത്തരാഖണ്ഡിലാണ് എന്താ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അത്ര കാര്യങ്ങൾ എന്ത് അത് പഠിച്ചു വെക്കാം. അപ്പോൾ ഇത്രയാണ് ഡാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനുള്ളത്. ഡാമുമായി ബന്ധപ്പെട്ട കുറച്ച് ഡാമുകൾ, ആ ഡാമിൻ്റെ സംസ്ഥാനം ഏതാണ്, അതിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെയാണ്. അപ്പോൾ സർദാർ സരോവർ ഒന്നും മറന്നു പോകരുത്. ഓക്കെ, കൊയ്ന നദി എന്താണ്? മറന്നു പോകരുത്. ഓക്കെ, അതുപോലെ തന്നെ കാർഗിലിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ ഏതാണ്? മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ ഏതാണ്? നമ്മളെ കൊയ്ന നദി, സോറി, നമ്മളെ ചുട്ടക്കാണെങ്കിൽ ചുട്ടക്ക്.
ചുട്ടക്ക് നദിയാണ്. ജമ്മു ആൻഡ് കാശ്മീരാണ് എന്താ ചുട്ടക്ക് നദിയാണെങ്കിലും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇനി മറന്നു പോവാതെ ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് എഴുതി തന്നെ പഠിച്ചു വെക്കണം. ഒറ്റ അടിക്ക് എന്താണ് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും. ഓക്കെ, എഴുതുമ്പോൾ ആ ഓർഡർ തന്നെ നമ്മൾ എഴുതി പഠിച്ചു വെക്കാം. അപ്പോൾ ഓർഡർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജലം അല്ലെങ്കിൽ ജമ്മു കാശ്മീർ എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കാം. ജമ്മു കാശ്മീർ വരികയാണെങ്കിൽ എന്താണ് നമ്മൾ ആ മൂന്നെണ്ണം ഒരുമിച്ച് എഴുതി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പം മഹാരാഷ്ട്ര വരികയാണെങ്കിൽ നമ്മൾ എന്താണ് മഹാരാഷ്ട്ര ആണെങ്കിൽ എന്താ മഹാരാഷ്ട്ര കൊയ്ന പൈത്തൻ ആൻഡ് ബബലി ആ രീതി പഠിച്ചു വെക്കാം. ക്ലിയർ അല്ലേ? തമിഴ്നാടാണ് ഇവിടെ കല്ലനെ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ട് മേട്ടൂർ ഉണ്ട്. മേട്ടൂർ വരുന്നത് കാവേരിയാണ്. തമിഴ്നാട് തന്നെയാണ് എന്താ മേട്ടൂർ വരുന്നത്, മേട്ടൂർ ഡാം. ഓക്കെ, ഒഡീഷയിലാണെങ്കിൽ ഹിരാക്കുഡാണ്. തെഹരി ആണെങ്കിൽ എന്താണ് ഉത്തരാഖണ്ഡാണ് എന്താ തെഹരി ആണെങ്കിൽ വരുന്നത്. നർമ്മദ നദിയിലാണെങ്കിലുള്ള കേസ് പഠിച്ചു വെക്കുക. നർമ്മദ നദിയിലാണെങ്കിൽ ഓരോന്നുണ്ട്. ഓക്കെ, നർമ്മദ ആണെങ്കിൽ എന്താണ് ഇവിടെ നമ്മളെ താപ്തി നദി പറഞ്ഞു, ഗുജറാത്തിലാന്ന് പറഞ്ഞു. ഗുജറാത്ത് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ എന്തുകൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു? സർദാർ സരോവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് സർദാർ സരോവർ. അത് നർമ്മദ നദിയിലാണ്, ഗുജറാത്തിലാണ്. അപ്പോൾ പഠിക്കുമ്പോൾ കൂടെ തന്നെ എഴുതി വെച്ച് വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ സർദാർ സരോവർ, ഇന്ദിരാസാഗർ രണ്ടും നർമ്മദ നദിയിലാണ്. സർദാർ സരോവർ ആണെങ്കിൽ എവിടെയാണ്? നമ്മുടെ ഗുജറാത്തിലാണ്. മറ്റേതാണെങ്കിൽ എവിടെയാണ്? ഇന്ദിരാസാഗർ ആണെങ്കിൽ മധ്യപ്രദേശിലാണ് എന്താ ഇന്ദിരാസാഗറാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താ നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ട ഡാമുകളെ കുറിച്ച് പഠിച്ചു, പവർ പ്ലാന്റുകളെ കുറിച്ച് പഠിച്ചു, കേരളത്തിലെ ആദ്യത്തെ ഡാമുകൾ ആദ്യത്തെ പദ്ധതികളെ കുറിച്ച് പഠിച്ചു, സ്വകാര്യ മേഖലയിലെ പദ്ധതികളെ കുറിച്ച് പഠിച്ചു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഗ്രാമപഞ്ചായത്തുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ എന്താണ് ആദ്യമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ഗ്രാമപഞ്ചായത്ത് പഠിച്ചു, കോർപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരള സർക്കാരിൻ്റെ 2 പദ്ധതികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. വർഷ പദ്ധതിയാണെങ്കിലും ജലനിധി പദ്ധതിയെ കുറിച്ചിട്ടാണെങ്കിലും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പഠിച്ചിരിക്കേണ്ട കാര്യം റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയെ കുറിച്ചിട്ടാണ്. ഓക്കെ, പുനഃസ്ഥാപിക്കാൻ പറ്റുന്ന ഊർജ്ജത്തെക്കുറിച്ച്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളൊന്നും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നിട്ടില്ല. നമ്മളൊരു മിസ്ലേനിയസ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. ഓക്കെ.